ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഇപ്പോൾ ഇവിടെ റോഡിൽ നല്ല രീതിയിലുള്ള വെള്ളം കിടക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വഴി യാത്രക്കാർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. അപ്പം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുറത്ത് നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാർ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് ഒരു വണ്ടി മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷനും ഉണ്ട്, പ്രത്യേകിച്ച് AC ഇടുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനറിന് ഒരു മഴക്കാലത്ത് എങ്ങനെ ഒരു വണ്ടി ഏറ്റവും നന്നായിട്ട് ഓടിക്കാം, അതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ധാരണയില്ല. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ നിങ്ങളെ മഴക്കാലത്ത് നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. അതിനുശേഷം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ടും സേഫായിട്ട് ഓടിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം നമുക്ക് വാഹനത്തിൻ്റെ മിസ്റ്റൊക്കെ മാറി വണ്ടി ഓടിച്ചു തുടങ്ങാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വൈപ്പർ ബ്ലേഡ് കൃത്യമായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളൊരു വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു വൈപ്പർ ബ്ലേഡ് ആയിരിക്കും. കുറേയധികം കാലം നമ്മൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മഴക്കാലമാകുമ്പോൾ ഈ വൈപ്പർ ബ്ലേഡ് വേനൽക്കാലത്ത് ഒരുപാട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ, ഗ്ലാസ്സിലേക്ക് ഇത് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടടിച്ച് വൈപ്പർ ബ്ലേഡ് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു മഴക്കാലമാകുമ്പോൾ ആ വൈപ്പർ ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈപ്പർ ഇടുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട്, വൈപ്പ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ഉണ്ടാകും. ഒപ്പം തന്നെ വൈപ്പറിൽ ചെറിയ പൊടി പടലങ്ങളൊക്കെ വൈപ്പർ ബ്ലേഡിൽ ഉണ്ടാകും. അത് കൂടിയായിരിക്കും നമ്മളുടെ ഗ്ലാസ് വൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഗ്ലാസ്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വൈപ്പറിൻ്റെ മോട്ടർ വളരെ വേഗത്തിൽ അതിനും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടയർ തീർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ടയർ മാറ്റാനായിട്ട് ശ്രമിക്കണം. കാരണം ടയറിൻ്റെ നിങ്ങൾക്കറിയാം, ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ അറിയാം. ആ ഇൻഡിക്കേഷൻ ലൈനിനപ്പുറമായിട്ട് ടയർ തീർന്നിട്ടുണ്ടെങ്കിൽ മാറ്റണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിൽ വെള്ളം ഉണ്ടാകും, വെള്ളത്തിൻ്റെ ഒരു ലെയർ ഉണ്ടാകും. അതുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ടയർ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ടയർ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുന്നിടത്ത് വണ്ടി നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അതുപോലെ തന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കാണ്. ബ്രേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ബ്രേക്ക് കൃത്യമായിട്ട് ഉണ്ടോ എന്നറിയാനായിട്ട് വാഹനത്തിൻ്റെ ടയറെല്ലാം അഴിച്ച് ബ്രേക്ക് പാഡും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. മഴക്കാലത്ത് AC എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത്, അതായത് AC യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ACയുടെ നോബ് നമ്മൾ ഏകദേശം തിരിച്ച് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് AC വരുന്ന രീതിയിൽ ഈ നോബ് നമ്മൾ മാറ്റിയിടുക. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, പല ആൾക്കാർക്കും സംശയമുള്ളതാണ്, ഈ AC ഇടുന്ന സമയത്ത് നമ്മൾ ഹീറ്റിലേക്ക് ഇടണോ അതോ നമുക്ക് തണുപ്പായിട്ടുള്ള ഈ ഒരു മോഡിൽ തന്നെ AC വന്നാൽ മതിയോ എന്നുള്ളതും പല ആൾക്കാർക്കും സംശയമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ തണുപ്പ് മോഡിലേക്ക് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ AC നമ്മൾ ഹീറ്റിലേക്ക് കുറച്ചൊന്ന് മാറ്റിയാൽ, ഇപ്പം നോക്കുക, തണുപ്പ് മോഡിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി ഞാൻ ഏകദേശം ഈ പകുതി മോഡിലേക്കാക്കി, അതായത് ഹീറ്റിൻ്റെ ഏകദേശം ACയുടെ പകുതി മോഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ AC ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ക്ലീൻ ആവും. നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ AC ഈ ഒരു ഭാഗത്തേക്കാക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ മോഡ് നമ്മളിത് ഇങ്ങനെ തിരിച്ചിടുകയാണ്. ഇവിടെ ACയുടെ സ്വിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഓണാക്കി കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, വാഹനത്തിൻ്റെ വിൻഷീൽഡിൻ്റെ ഈ ഒരു ഭാഗം എയർ വന്ന് ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ക്ലീൻ ആകുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? അപ്പം നമുക്ക് ഇത്രയും തണുപ്പ് ഇവിടെ ഇടണമെന്ന് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് ഹീറ്റാണ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഹീറ്റായിട്ടുള്ള ഒരു എയർ ആയിരിക്കും കയറി വരുന്നത്. ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇനി ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. അതായത് ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ നോബ് വരുന്നത്. ഈ വൈപ്പർ നോബിൽ നമുക്ക് വൈപ്പർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നോബിൽ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ എഴുതിയേക്കുന്നത്, നമ്മൾ ഒന്ന് താഴോട്ടാക്കുമ്പോഴത്തേന് ഒരു തവണ വാഹനത്തിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഒരു തവണ വൈപ്പ് ചെയ്തു, വീണ്ടും മേളിലേക്ക് ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓഫാകും. ഓക്കെ, ഇത് വീണ്ടും ഇടുന്നു. ഇനി നമുക്കത് ലോ പൊസിഷനിലേക്ക് ആക്കണം. അതിനൊന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ വൈപ്പ് ചെയ്യുന്നതിൻ്റെ അളവ് ഇച്ചിരി കൂടെ സ്പീഡിലേക്ക് വരികയാണ്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ താഴോട്ട് ഇത് നോബ് താഴ്ത്തി കഴിഞ്ഞാൽ ഈ വൈപ്പ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ വേഗത്തിൽ സ്പീഡ് കിട്ടും. ഇത് നല്ല കഠിനമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി.
മതി. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ജസ്റ്റ് ഓഫ് ചെയ്ത് പൂർണ്ണമായിട്ട് കൊടുക്കുക, ഒന്ന് താഴോട്ടിടുക, ഒരു തവണ ഇത് വൈപ്പ് ചെയ്യും, അപ്പോഴത്തേന് വീണ്ടും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വൈപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മഴക്കാലത്ത് നിങ്ങൾ എപ്പോഴും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും നമുക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവർമാർക്കും സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ മഴക്കാലത്ത് വരുന്ന ഒരു ചിന്തയാണ്, പെട്ടെന്ന് നമുക്ക് എവിടെയാണോ എത്തേണ്ട സ്ഥലം അവിടെ വളരെ വേഗത്തിൽ എത്താനായിട്ടുള്ള ഒരു ശ്രമം വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യും. കാരണം മഴയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലെത്തണമെന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിന്ത നിങ്ങൾ ആദ്യം ഒഴിവാക്കണം. കാരണം മഴക്കാലത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പം തന്നെ യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കാണും വണ്ടി തെന്നി അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഇതാണ്. അതുകൊണ്ട് മഴക്കാലത്ത് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു. റോഡിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ക്ലച്ച് നയിക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു. ലെഫ്റ്റ് മിറർ, സെൻറ്റർ മിറർ, റൈറ്റ് മിററൊക്കെ നോക്കി നമ്മളിപ്പോൾ വാഹനം ഇവിടെ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരമാവധി സ്പീഡ് കുറച്ച് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലെടുത്തു. റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയി, വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി കയറ്റം കയറി പോവുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ മഴക്കാലത്ത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, റോഡിൻ്റെ സൈഡിൽ പല ഭാഗങ്ങളിലും വെള്ളങ്ങൾ കിടപ്പുണ്ടാവും. അതായത് വെള്ളം കെട്ടി കിടപ്പുണ്ടാവും. അപ്പം നമുക്ക് പരിചയമില്ലാത്ത റോഡാണെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് നല്ല രീതിയിലുള്ള കുഴികൾ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഒഴിവാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത റോഡാണ്, ഇവിടെ നല്ല രീതിയിൽ വെള്ളം കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഭാഗത്ത് വെള്ളം കിടപ്പുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ നമുക്ക് അറിയത്തില്ല. എന്നാൽ നമുക്ക് സ്ഥിരം പരിചയമുള്ള റോഡാണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം കിടക്കുകയാണ്, നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ വലിയ കുഴിയാണോ അതോ ഏത് ഭാഗത്താണ് കുഴി അല്ലാത്തത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ലഭിക്കത്തില്ല ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, പരിചയമില്ലാത്ത റോഡിലൂടെ പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചേ നയിച്ച് പതിയെ നമ്മൾ ആ കുഴിയിലേക്ക് ഇറങ്ങുന്നത്, ക്ലച്ചയിൽ ഇറങ്ങി ബ്രേക്കിലും വന്ന് പതിയെ കുഴിയിൽ ഇറങ്ങുന്നു, എന്നിട്ട് ക്ലച്ചേ നയിക്കുന്നു. ഇപ്പോൾ റോഡിൻ്റെ നടുക്കായതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, ഇവിടെ വലിയ കുഴി ഉണ്ടാകത്തില്ലെന്നറിയാം. പക്ഷേങ്കിൽ സൈഡിലൊക്കെ ആണെങ്കിൽ വലിയ കുഴികൾ കാണാം. അപ്പം റോഡിൻ്റെ നടുക്കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇങ്ങനെ പോവുക, കുഴിയുണ്ടോ എന്ന് നോക്കി പോവുക. എന്നിട്ട് സൈഡിൽ വരുന്ന കുഴികളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക. പരിചയമില്ലാത്ത റോഡിൽ അവിടെ ഒഴിവാക്കി മാത്രം ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചിങ്ങോട്ട് മാറിയാലും നമുക്കറിയാം അവിടെ അപകടം ഉണ്ടാകത്തില്ലെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടി മെല്ലെ മുന്നോട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയറിലെടുത്തു. വീണ്ടും വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബ്രേക്കിലേക്ക് എൻ്റെ കാല് വരുന്നു. ഇനി മഴയുടെ അളവ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വൈപ്പറിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഓക്കെ, സ്പീഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഫ്രണ്ട് വിൻഷീൽഡിലെ ഗ്ലാസ് തെളിഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വഴിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പരിഗണന കൃത്യമായിട്ടും കൊടുത്തിരിക്കണം. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ മഴക്കാലത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോഴുള്ള ചിന്ത തന്നെയാണ് ഒരു പരിധിവരെ അവർക്കുള്ളത്. കാരണം ഒരു ചെളിവെള്ളം കടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടുന്ന് മാറി നിൽക്കും. ഇപ്പോൾ തന്നെ നോക്കുക, ഇവിടെ കുറച്ച് പിള്ളേർ പോവുകയാണ്. അപ്പം നമ്മൾ അവരെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കണം. ഒരു കാരണവശാലും അവരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാനായിട്ട് നമ്മൾ പാടില്ല. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സെക്കൻഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, വണ്ടിയെ പതിയെ മൂവ്മെൻറ്റ്സ് നൽകി അവർ കടന്നു പോകുന്നത് വരെയെങ്കിലും നമ്മൾ പതുക്കെ പോയി അവരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതെ നമ്മൾ ഓടിക്കുക. അത് ഡ്രൈവിങ്ങിലെ ഒരു മര്യാദയാണ്. അത് നമ്മൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ മഴക്കാലത്ത് യാത്രക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഇപ്പം ഇങ്ങനെ നമ്മളിവിടെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് ഇവിടെ നടന്നു പോകാമെന്ന് നിങ്ങൾ കരുതുക. നടന്നു പോകുന്ന സമയത്ത് ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാരണവശാലും അവർ വെള്ളത്തിലേക്ക് ഇറങ്ങത്തില്ല. നിങ്ങളത്
മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഇറങ്ങുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ വാഹനവുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ഇല്ലാത്ത പക്ഷം അവർ മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി മാത്രമേ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ. അവരെ മാറി മാത്രമേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി മഴക്കാലത്ത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പരമാവധി ഒരു 3rd ഗിയർ വരെ ഇട്ട് ഓടിച്ചാൽ മതി. തുടക്കക്കാർക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2nd ഗിയറിൽ ഞാനിങ്ങനെ പോകുന്നു. ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആകുന്ന പക്ഷം എന്ത് ചെയ്യണം, 3rd ഗിയറിലേക്ക് ഇടുക. 3rd ഗിയറിൽ ഇങ്ങനെ പോവുക. കാരണം ഈ 3rd ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമ്മൾ പോകുന്ന ഒരു സ്പീഡ് ഒരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 35 ആ ഒരു വേഗതയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു സ്ഥിതിയേ ഉള്ളൂ. ഒന്നാമത് 3rd ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ആ അത്രയും ടോർക്ക് കൂടിയ ഒരു ഗിയറിൻ്റെ പിടുത്തം വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നു. ആ ടോർക്ക് കൂടിയ ഗിയറിൻ്റെ ആ ഒരു പിടുത്തത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് കഴിയും. ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ പോകത്തില്ല. എന്നാൽ നമ്മളിവിടെ 4th ഗിയറാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ 4ാമത്തെ ഗിയർ കൊടുത്തു. ഇപ്പോൾ നോക്കിയേ, വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കൂടി. അപ്പം നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി സൈഡിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ചള്ളതെറിക്കാൻ സാധ്യതയുണ്ട്. ചവിട്ടിയാൽ വണ്ടി കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 3rd ഗിയർ വരെ ഇട്ട് നിങ്ങൾ ഓടിക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ തന്നെ കണ്ടില്ല, മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അവിടെ ഒരു ബ്ലോക്ക് പോലെ വന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം. ഇപ്പോൾ 3rd ഗിയറിൽ ഞാനിങ്ങനെ പോവാണ്. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഞാൻ 4th ഗിയർ ഇട്ടു. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, വീണ്ടും നമ്മൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് 3rd ഗിയറിലേക്ക് ഇടുക. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനെ മാത്രം നമ്മൾ ഒരു സഹായമായിട്ട് തേടി വണ്ടി സ്ലോ ചെയ്യാതിരിക്കുക. കാരണം ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി നിൽക്കണമെന്ന് നിർബന്ധമില്ല. മഴയുള്ള സമയത്ത് ഒരു വെള്ളത്തിൻ്റെ ലെയർ എപ്പോഴും റോഡിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകും. അപ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രേക്ക് മാത്രം ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഗിയർ കൃത്യമായിട്ട് ഡൗൺ ചെയ്യണം. ഇപ്പം ഞാൻ 3rd പോകുന്നു, വീണ്ടും 4th ഇട്ടു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ വളവ് കാണുമ്പോൾ എന്ത് ചെയ്യണം, വളവിന് മുന്നമേ തന്നെ ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ച് പിടിച്ച് 3rd ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ വാഹനം 3rd ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഇപ്പോൾ ഇവിടെ റോഡിൽ നല്ല രീതിയിലുള്ള വെള്ളം കിടക്കുകയാണ്. ഞാൻ 1st ഗിയർ കൊടുക്കുന്നു. വഴി യാത്രക്കാർ 2 പേര് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1st ഗിയർ കൊടുത്ത് ഈ വെള്ളത്തിലൂടെ പതിയെ പോകണം. അവർക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മൾ വളരെ പതിയെ പോകുന്നു. അല്ലെ അവരുടെ ദേഹത്ത് വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത്. ഇനി അവരുടെ അവിടുന്ന് കടന്നു പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, റോഡിലേക്ക് സൈഡിലുള്ള ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒഴുകി കല്ലും ചരലുകളൊക്കെ വന്ന് റോഡിൽ അടിഞ്ഞു കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള റോഡിലും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ടോർക്ക് കൂടിയ 1st 2nd ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും 3rd ഗിയറിൽ പോകരുത്. ഇപ്പോൾ ഒരു ചരലുള്ള റോഡ് നമ്മൾ മഴക്കാലത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചരലുള്ള റോഡിൽ ഒരു 3rd ഗിയറിൽ പോകരുത്. കാരണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ കിട്ടത്തില്ല, സ്പീഡ് കൂടുതലാണ്. അപ്പം നമ്മളൊരു 3rd ഗിയറിലാണ് നമ്മളിങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് റോഡിലേക്ക് വെള്ളമൊക്കെ ഒലിച്ച് കിടക്കുന്നു, കുറേയധികം മണ്ണും ചരലും ഒക്കെ റോഡിൽ വന്ന് കിടപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് 3rd ഗിയറിൽ നിന്നൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് 2nd ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ഇതുപോലെ പതുക്കെ ആ ചരലിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ചെളിയുടെ മുകളിലൂടെ നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇതുപോലെ ചെളി, ചരൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ഗിയർ ഡൗൺ ചെയ്ത് 2nd ഗിയറിലേക്കോ 1st ഗിയറിലേക്കോ ഇടുക. നല്ല വെള്ളവും ചരലും ഒക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ കൃത്യമായിട്ടും 1st ഗിയർ കൊടുത്ത് വാഹനം ഓടിക്കുക. സൈഡിൽ വെള്ളക്കെട്ടുകളൊക്കെ പൊങ്ങിക്കിടപ്പുണ്ടെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത റോഡാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ട് പരമാവധി വണ്ടി ഇറക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴക്കാലത്ത് ഒരു വണ്ടി ഏറ്റവും സേഫായിട്ട് അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.